ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ക്ഷീണമായിട്ടൊക്കെ കിടക്കുന്നവരുണ്ടാവും, നമസ്കരിക്കുന്നുണ്ടാവും, പുറത്തു പോകുന്നവരുണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ നോമ്പ് തുറയെന്ന് പറഞ്ഞത് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇക്ക വന്നത് ലേറ്റായി. കാരണം ഒരു യാത്രയിലായിരുന്നു. ഇക്ക വന്ന സമയത്ത് കൊണ്ടുവന്നാണ് കേട്ടോ ഒരു ചെടി. റോസാപ്പൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് കാരണം പോയടുത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, പിന്നെ എന്നും ഓരോ സ്പെഷ്യലും നമുക്കുണ്ടാവും. പക്ഷേ എങ്കിലും ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പവും കിഴങ്ങ് കറിയാണ്. പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു, ഷാർജ ഉണ്ടായിരുന്നു, പിന്നെ തിന്നത്തപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്താ, പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ, കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു, കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് നമുക്ക് വേണ്ടിയെങ്കിലും അവർക്ക് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് കൂടുതൽ ഇതൊക്കെ എന്തൊക്കെയോ വേണം എന്നുള്ള. യഥാർത്ഥത്തിൽ അവരൊന്നും കഴിക്കില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെള്ളമൊക്കെ ആയിരിക്കും കുടിക്കുക. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കൊരു കുളിർമയായിരിക്കും മനസ്സിനും കണ്ണിനും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പം പച്ചമുന്തിരി ബാക്കി ഉണ്ടായിരുന്നേ. അപ്പം ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മോളാണ് കേട്ടോ പറഞ്ഞത്, നമുക്ക് ബാക്കിയുള്ള മുന്തിരിയിൽ ഇങ്ങനെ ഇട്ട് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. നാരങ്ങ നീരും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കിയതാണേ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടൊന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ചായ ആകാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും ഇക്കയും കൂടെ പോകും. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ നിന്ന്. നല്ല പക്ഷേ തണുപ്പൊന്നുമില്ല, നല്ല ചൂടിളക്കുന്ന മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.